ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ തംബ്നെയിലൊക്കെ നിങ്ങൾ കണ്ടുപോലെ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സ്പ്ലെൻഡർ BS6 മോഡലിൽ എങ്ങനെ നമുക്ക് ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്യാനാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിടാം. ഗായ്സ്, അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഈ വൈസറിൻ്റെ രണ്ട് സൈഡിലായിട്ട് 10-ൻ്റെ ഒരു നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ നെറ്റ് രണ്ട് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യണം. എന്നിട്ട് വൈസർ നമുക്ക് ഇളക്കിയെടുത്താലാണ് ഉള്ളിലോ വയർ കണക്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിൽ 10-ൻ്റെ ഒരു നെറ്റ് വരുന്നുണ്ട്, രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ 10-ൻ്റെ ഒരു സ്പാനർ വെച്ചാണ് നമ്മളത് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ട് സൈഡിലെയും നെറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൈസർ സിമ്പിളായിട്ട് റിമൂവ് ആയി വരുന്നതായിരിക്കും കേട്ടോ. നെറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ റിമൂവ് ചെയ്തിട്ടാണ് അത് നെറ്റൊക്കെ എടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വൈസർ ഒരാൾ താങ്ങി പിടിക്കണം കേട്ടോ. എന്നിട്ട് നൈസിൽ ഇളക്കി പിടിച്ചെടുക്കുക. അപ്പം നമ്മുടെ 2-3 കൂട്ടുകാരും കൂടി ഉണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. നമ്മളെ കുറച്ച് പേരാണ് ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായി, അന്ന് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പുതിയ വണ്ടി എടുത്ത് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിത് വൈസർ ഊരി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയർ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. ഇതിൽ നോക്കി കണ്ടുപിടിക്കണം. സിമ്പിളാണ്. ആ വൈസറിൽ നിന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റർ കണക്റ്റഡ് ആയി വന്നേക്കണം. അപ്പോൾ അതിൽ നിന്ന് ആ വയർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇൻഡിക്കേറ്ററിന് വയേഴ്സ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിന് വയേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ നമുക്കിനി എങ്ങനെ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ സ്വിച്ചിൽ 2 വയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് ആ സ്വിച്ചിൻ്റെ 2 വയേഴ്സും കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ 2ലെയും പോസിറ്റീവ് വയേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ അറ്റത്ത് വരുന്ന ഭാഗമാണ് നമുക്ക് ഇത് കാണുന്നത്. നമ്മൾ വണ്ടിയിലെ വീടിൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ ഒതുക്കി നിന്നാണ് കേട്ടോ നമ്മൾ പണിയണത്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കൂടെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ചാണ്. 70 രൂപ ആയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി സ്വിച്ച് നമ്മൾ എവിടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞ്, ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞ് ഈ അറ്റത്ത് ആ ഹാൻഡിലെ സ്ക്രൂ ഒക്കെ വന്നേക്കണ സൈഡിലായിട്ട് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അതാവുമ്പോൾ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, അത്യാവശ്യം വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിച്ച് അവിടെ വെക്കുമ്പോൾ തന്നെ വയേഴ്സും അതേപോലെ തന്നെ വൃത്തികേടില്ലാത്ത രീതിയിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മീറ്ററിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു കോൺസെറ്റിൻ്റെ ഒക്കെ ആ ഒരു വന്നേക്കണതിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ വയേഴ്സും കാര്യങ്ങളൊക്കെ ഓടിക്കണം കേട്ടോ. വയേഴ്സൊക്കെ നമുക്ക് അതിൽ കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഡീസൻ്റായിട്ട് ഇരുന്നോളൂ അതിനകത്ത്. നമ്മൾ സ്വിച്ച് ഒരു ക്ലാമ്പ് ടൈപ്പാണ്ടാ. സ്വിച്ചിൻ്റെ ഇടയിൽ 2 നെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സ്ക്രൂസ്. അപ്പോൾ അത് നമുക്ക് ഈ ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ വയറൊന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ലൂസാക്കി വെക്കണം വയർ. എന്നിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ആവുന്ന രീതിയിൽ നോക്കിയിട്ട് നെറ്റിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് സ്വിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കി കണക്ഷൻസ് ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ എല്ലാം ഇരട്ടി പണിയാവും ഊരിപ്പൊളിച്ച്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ തന്നെ ചെയ്ത് വെക്കണമായിരിക്കും നല്ലത്. സ്വിച്ചും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ആക്കിയിട്ടേ അവിടെ വെച്ചേക്കണം. വയറും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചിട്ടേ അപ്പോൾ ആ വയറിന് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വയർ അതിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളറിൻ്റെ ഉള്ളിലാണല്ലോ നെഗറ്റീവും പോസിറ്റീവും സ്വിച്ചിൻ്റെ വന്നേക്കണത്. അപ്പോൾ അതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നാലാണ് വയർ രണ്ടറ്റത്തേക്കും ഒന്ന് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ നമ്മുടെ വയറിൻ്റെ തുമ്പത്തും കണ്ടില്ലേ ആ കയറ്റിയിടാനുള്ള സോക്കറ്റ് ടൈപ്പാണ് വന്നേക്കണം. അതും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിൽ നിന്ന് വയർ മുറിച്ചാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഡയറക്റ്റ് കമ്പനി വന്നേക്കണ വണ്ടിയിലെ വയറിങ്ങിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതും രണ്ടും നമുക്ക് മുറിച്ച് കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം നമ്മളിതേ ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞ് അപ്പോൾ അടുത്തത് അതുപോലെ തന്നെ മുറിച്ചേക്കണം കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് വയറും അപ്പോൾ അതും നമ്മൾ അതുപോലെ തന്നെ മുറിച്ച് മാറ്റണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഇനി ആ സ്വിച്ചിൽ നിന്ന് വന്നേക്കണതിൻ്റെ നമുക്ക് പറഞ്ഞില്ലേ ആ തുമ്പ് നമുക്ക് അതിൽ നിന്ന് എടുക്കണം കേട്ടോ വയറിൻ്റെ. എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് പിരിച്ചിട്ട് ആ സോക്കറ്റിലേക്ക് കയറ്റി വെക്കാൻ, എങ്കിലേ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മറ്റേത് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മളിതേ മറ്റേതിൻ്റെ 2 പോസിറ്റീവിലേക്കും കൂടി സംഭവം കയറ്റി വെക്കണേ. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കയറ്റി വെക്കുമ്പോൾ കറക്റ്റായിട്ട് കയറ്റണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊടിയിട്ട് വെച്ചാൽ മതി. ആദ്യമേ നമുക്ക് വർക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ആദ്യമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ള് ഊരി പൊളിക്കണത് നടക്കണ കേസല്ല, ഇത് ഇരട്ടി പണിയാവും ഇത്. അപ്പോൾ നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടേ ടെസ്റ്റ് ചെയ്ത് നോക്കും ഇത് വർക്കിംഗ് ആണോ കണ്ടീഷൻ ആണോ എന്ന്. എന്നിട്ടായിരിക്കും നമ്മൾ പിന്നെയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ പിരിച്ചിട്ട് കയറ്റി വെച്ച് നോക്കണേ. താക്കോൽ ഓണാക്കി നമ്മളിപ്പോൾ
അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ആദ്യമേ തന്നെ ഇത് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോഴാണ് ഇത് കത്തണത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ട് ഇത് കത്തണില്ല, എന്താ പറ്റിയെന്നറിയില്ല, അതൊന്ന് നോക്കട്ടെ. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടാ. എനിക്ക് തോന്നണ പച്ച അല്ലായിരുന്നു പോസിറ്റീവ്, മറ്റേ 2 വയേഴ്സായിരുന്നു തോന്നുന്നത്. നമ്മുടെ വയറിങ് കണക്ഷനിൽ ചെറിയൊരു മാറ്റം പറ്റി. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ശരിയാവണില്ല, അത് നമ്മുടെ ആ കണക്ഷൻ മാറിപ്പോയിട്ടാ. പോസിറ്റീവ് നമ്മൾ പോസിറ്റീവിന് നെഗറ്റീവിലായി പോയി കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒന്നും കൂടി ഊരിയിട്ട് ചെയ്യണേണ്. പിന്നെ നമ്മളൊന്നും കൂടി ഊരിയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സിന് തന്നെ വന്നേക്കണ മറ്റേ വയറില്ലേ 2ൻ്റെയും അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണേണ്ട നമ്മൾ. അപ്പോൾ മിക്കവാറും സെറ്റാവും. ഗായ്സ്, വയറിങ്ങും കാര്യങ്ങളൊക്കെ പുതിയതായതുകൊണ്ടേ കുറച്ച് കട്ടിയാണ് സംഭവം കയറി കിട്ടാൻ, കുറച്ച് പാടുണ്ട്. പുതിയ വയറിങ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണോട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മാറ്റിയത് മറ്റേതിലേക്ക് കണക്ഷൻ കൊടുത്ത് നോക്കണേ സെറ്റ് ആവുമെന്ന്. അത് ഇതെന്തായാലും വർക്കിംഗ് ആവും, കാരണം നമ്മൾ ആദ്യം കൊടുത്തത് മാറിപ്പോയോണ്ടാണ് കേട്ടോ കണക്ഷൻ നെഗറ്റീവിലായി പോയി കൊടുത്തത്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെ ജസ്റ്റ് ഒന്ന് തൊടിയിച്ചിട്ടേ ഇത് സെറ്റ് ആവുമെന്ന് നോക്കട്ടാ. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ പറഞ്ഞ പോലെ മറ്റേതിന് നെഗറ്റീവിന് ഒരു ഇപ്പോൾ പോസിറ്റീവ് കണ്ടുപിടിച്ച് അതിലേക്ക് കൊടുത്തിട്ടാ. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാ. നേരത്തെ നമ്മൾ മാറിക്കൊടുത്തോണ്ടാണ് കത്താൻ. ഇപ്പോൾ ഇതേ കറക്റ്റ് കൊടുത്തപ്പോൾ സാധനം സെറ്റായി. ഇപ്പോൾ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ കത്തിയപ്പോൾ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടണം. ആദ്യമേ താക്കോൽ ഓണാക്കിയിട്ട് ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ 4 കൂടി കത്തണമായിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടാ. സംഭവം വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. നമുക്ക് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ 10-400 രൂപ ചിലവും കാര്യങ്ങളൊക്കെ വരും. ഇതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് 10ൻ്റെ ഒരു സ്പാനറും ഈ സ്വിച്ചും ഒരു ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്. പിന്നെ പാറ്റേൺസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. എങ്കിലും അസാഡായിട്ട് നമുക്ക് ഇപ്പോൾ ഫോഗിലൊക്കെ പോകുമ്പോൾ അസാഡ് ലൈറ്റായിട്ട് നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണട്ടാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് അപ്പം ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണതിന് മുമ്പ് ഈ വയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസുലേറ്റഡ് ആക്കി വെക്കണം കേട്ടോ. കാരണം ഷോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവരുതല്ല. അത് കറക്റ്റാണ് നമ്മൾ ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തത്, എങ്കിലും നമ്മുടെ ഒരു റിസ്കിന് നമ്മൾ ഷോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ടേപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കണം കേട്ടോ. പിന്നെ ഈ വണ്ടി എന്ന് പറയുമ്പോൾ എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ, പക്ഷേ ഒരാഴ്ച പൂർണ്ണമായിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ദോഷമെന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്ന് വയറിങ്ങിൻ്റെ ഭാഗത്ത് ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ദോഷവും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി വേറെ കാര്യങ്ങളൊന്നും വെച്ച് നോക്കും വണ്ടിക്ക് സീനൊന്നുമില്ല. ഇപ്പം 85,000 രൂപ കൊടുത്താണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ അതിലൊക്കെ ഹസാർഡ് ഇൻബിൽഡായിട്ട് വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണേണ്. നമുക്ക് ഇനി ഭാവിയിൽ ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളപ്പോൾ എല്ലാ കണക്ഷൻസും കൊടുത്തു കഴിഞ്ഞിട്ട് വയർ കറക്റ്റ് ഇരുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അത് കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വൈസർ അടച്ച് കഴിയുമ്പോൾ ആ ഹെഡ്ലൈറ്റിലായിട്ടൊക്കെ വയറിങ്ങനെ തൂങ്ങിക്കിടക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് ആ എടുത്ത പോലെ തന്നെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണേ കേട്ടോ. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വൈസർ ഇരുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. വയേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ ഊരിയ 10ന് നട്ടും തന്നെ വെച്ച് കറക്റ്റായിട്ട് നമ്മുടെ വൈസർ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ലോക്കും കാര്യങ്ങളൊക്കെ വീണേ ത്രെഡ് വെട്ടി കയറുക അങ്ങനത്തെ മാറിയൊന്നും കയറരുത്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം. വൈസർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഊരിയ നെട്ട് അതേപോലെ തന്നെ 2 സൈഡിലും കയറ്റണം കേട്ടോ. 2 സൈഡിലും വെച്ചിട്ട് സ്പാനർ വെച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്യണേ നമ്മൾ ഊരിയ നെട്ടും കാര്യങ്ങളൊക്കെ. വണ്ടി പണിതുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ വീഡിയോയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം കേട്ടോ വർക്കിംഗ് ആണെന്ന്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പക്കാ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വൈസറിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓട്ടത്തിൽ വൈബ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ 4 ഇൻഡിക്കേറ്ററും കത്തുണ്ട്. ഇപ്പം
ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്, ഇതെല്ലാവരും സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ എടുക്കണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം, ഓണർഷിപ്പ് റിവ്യൂ ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.